ഇന്ത്യ സഖ്യത്തിൽ തുടരുന്നതിൽ പുനരാലോചനയുമായി CPIM. തുടർച്ചയായ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് PBയിൽ അഭിപ്രായം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് CPIMന്റെ പുനരാലോചന. വിവരങ്ങളുമായി നമ്മോടൊപ്പം ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, കേന്ദ്ര കമ്മിറ്റിയിൽ എന്തൊക്കെയാവും ഇനി ചർച്ചയാവുക? ഇന്ന് രാവിലെ 10:30 മണി തുടങ്ങിയ ഹൈബ്രിഡ് പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഇത്തരമൊരു ചർച്ചകൾ നടന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വിജയരാഘവനും അതേപോലെ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഒന്നും ഡൽഹിയിൽ എത്തിയില്ല. പക്ഷേ ഹൈബ്രിഡ് യോഗം ഓൺലൈനിലൂടെ നടത്തിയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. ഇതിലാണ് വളരെ വ്യക്തമായ രീതിയിൽ എന്തിനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നത്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് CPM-ന് എന്താണ് നേട്ടം കിട്ടിയത് തുടങ്ങിയ ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടായത്. ഇന്ത്യ സഖ്യത്തിൽ തുടരണമോ എന്ന കാര്യത്തിൽ പുനരാലോചന വേണമെന്നുള്ളൊരു ചർച്ചയാണ് PB യോഗത്തിൽ നടന്നത്. ഇക്കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന PB യോഗത്തിൽ 16, 17, 18 3 ദിവസത്തിൽ കേരളത്തിൽ നടന്ന PB യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ PB തീരുമാനമെടുത്തിട്ടുണ്ട്. CCയിൽ കൂടി ചർച്ച ചെയ്ത ശേഷമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഏതായാലും ഇന്ത്യ സഖ്യത്തിൽ തുടരുന്ന കാര്യത്തിൽ CPM-ൽ പുനരാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ PBയിൽ വളരെ വലിയ ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആലോചന വന്നിരിക്കുന്നത്. കാരണം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, ഇന്ത്യ സഖ്യമായിട്ടുള്ള ബന്ധം അത് CPM-ന് തിരിച്ചടി മാത്രമേ നേരിട്ടിട്ടുള്ളൂ എന്ന് ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ PB യോഗത്തിൽ ചർച്ചയുണ്ടായത്. ഏതായാലും ഇക്കാര്യത്തിലുള്ള തീരുമാനം കേരളത്തിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എടുക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് CPM-ന്റെ ഈ പുനരാലോചന. വിവരങ്ങൾ നൽകിയത് ശരത് ലാലാണ്.